ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് വളരെയധികം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒട്ടും നാരോഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ എക്സാം പോയിന്റുകളും ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്കത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോൺട്രാസെപ്ഷൻ. നമുക്ക് ഒ ബി ഗൈനി ടോപ്പിക് ആയിട്ട് വരാം, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരാം. എന്തായാലും ഇതെല്ലാം കൂടെ കൂടിയ ഒരു ക്രക്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൺട്രോൾ. ഈ ഒരു ടോപ്പിക്ക് മൂന്ന് സെക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അത് ഈ ആഴ്ച തന്നെ അതിന്റെ 3 സെക്ഷൻസ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും നന്നായിട്ട്. നോട്ടൊക്കെ എഴുതി പഠിക്കുക. അതിനുശേഷം നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴേ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് ഒത്തിരി ലെങ്തി ആയിട്ട് എടുത്താൽ അത് വളരെ ബോറായി പോകും നിങ്ങൾ. പക്ഷെ അന്നത്തെ പഠിച്ച് പോവാട്ടോ. ഈ ആഴ്ച തന്നെ ഞാൻ അതിന്റെ ബാക്കിയുള്ള 2 പാർട്ടൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു? കോൺട്രാസെപ്ഷൻ. നിങ്ങൾക്ക് അറിയാം എന്താണ് കോൺട്രാസെപ്ഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കോൺട്രാസെപ്ഷനകത്ത് തന്നെ ടെമ്പററി മെത്തേഡുകൾ ഏതൊക്കെയാണ്, പെർമനന്റ് മെത്തേഡുകൾ സെലക്ട് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അതുപോലെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, എന്താണ് പേഴ്സണ എന്ന് പറഞ്ഞാൽ എന്താണ്, മിറീന എന്താണ്, അതിന്റെയൊക്കെ കണ്ടന്റുകൾ ചോദിക്കാം. അതുപോലെ സ്പെർമിസൈഡ്സിന്റെ കണ്ടന്റ് ചോദിക്കാം കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ എൻറ്റയർ ടോപ്പിക്ക് നമ്മൾ 3 സെക്ഷൻ ആയിട്ട് പഠിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ്. ആരും മിസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. നോട്ടൊക്കെ എഴുതി തന്നെ പഠിക്കുക. ലെക്ചർ നോട്ടൊക്കെ എഴുതി എടുക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇൻട്രൊഡക്ഷൻ ആസ്പെക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഇന്ന സെക്ഷനിലേക്ക് പോകുന്നു. എന്തായാലും ഒരു വട്ടമെങ്കിലും പല പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഗോ ത്രൂ ചെയ്ത ഒരു ടോപ്പിക് ആയിരിക്കണം ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു നോളജ് ബേസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ കോൺട്രാസെപ്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കാം. കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫെർട്ടിലിറ്റി കൺട്രോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ എന്നൊക്കെ വിളിക്കാം. ഈ ഒരു പിക്ചറിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്താണ് കോൺട്രാസെപ്ഷൻ? കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ പ്രിവെന്റിങ് ദ ഒക്കറൻസ് ഓഫ് പ്രഗ്നൻസി അല്ലെ. പ്രഗ്നൻസി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ സാധാരണ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പോയിന്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം. സോ വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ? Contraception means any process, device or methods that prevent unwanted pregnancy. Underline ചെയ്ത് പഠിക്കുക. Unwanted pregnancy avoid ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. അതൊരു പ്രോസസ് ആകാം, ഒരു ഡിവൈസ് ആകാം, ഒരു മെത്തേഡ് ആകാം. ഇതില് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ നമുക്ക് മെയിൻലി 2 ബ്രോഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ടെമ്പററി മെത്തേഡ്സ് ഓർ സ്പേസിംഗ് മെത്തേഡ് ആൻഡ് പെർമനന്റ് മെത്തേഡ് ഓർ ടെർമിനൽ മെത്തേഡ്. ടെമ്പററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? ടെമ്പററി ആണ് അല്ലെ. ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്ന അതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് യൂസ്ഡ് ടു പോസ്റ്റ്പോൺ പ്രഗ്നൻസി. പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യാൻ, കംപ്ലീറ്റ്ലി അത് ടെർമിനേറ്റ് ചെയ്യാനല്ല. എന്താണ്? ഒരു പ്രഗ്നൻസി പീരീഡ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ടെമ്പററി മെത്തേഡ് ഓർ സ്പേസിംഗ് മെത്തേഡ്. ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും പഠിച്ചോണം അതിന് അണ്ടറിലുള്ള ഏതൊക്കെ ടോപ്പിക് ആണെന്നുള്ളത് കേട്ടോ. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നമുക്ക് ചോദിക്കാം. പെർമനന്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ മെത്തേഡ് എന്ന് വിളിക്കും. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? പ്രഗ്നൻസി പെർമനന്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർമനന്റ് മെത്തേഡ് അല്ലെങ്കിൽ ടെർമിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടെമ്പററി മെത്തേഡ് ഓർ സ്പേസിംഗ് മെത്തേഡ് യൂസ്ഡ് ടു പോസ്റ്റ്പോൺ പ്രഗ്നൻസി ആൻഡ് പെർമനന്റ് മെത്തേഡ് ഓർ ടെർമിനൽ മെത്തേഡ് ദ മെത്തേഡ് ദാറ്റ് പ്രിവെന്റ് പ്രഗ്നൻസി പെർമനന്റ്ലി. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ട്
നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണം. നമ്മൾ ടെർമിനൽ മെത്തേഡ് അല്ലെങ്കിൽ പെർമനന്റ് മെത്തേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെയിൽസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്, ദെൻ ഫീമെയിലിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പം മെയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം NSV. NSVയുടെ ഫുൾ ഫോം ഒക്കെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. നോൺ സ്കാൽപ്പൽ വാസെക്ടമി. അതായത് മെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് വാസെക്ടമി, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്ന മെത്തേഡുകളാണ് അല്ലെ. പിന്നെ അവർക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റത്തില്ല. അതാണ് ടെർമിനൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. മെയിൽ സ്റ്റെറിലൈസേഷൻ വാസെക്ടമി, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് ട്യൂബെക്ടമി. ക്ലിയർ ആയല്ലോ? നമ്മൾ അങ്ങോട്ട് നീക്കുന്നു. ഫസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ടെമ്പററി മെത്തേഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്പേസിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? ടെമ്പററി മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പേസിംഗ് മെത്തേഡ്സിനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നു 5 ആയിട്ട്. ഒന്ന് ബാരിയർ മെത്തേഡ്സ്, then intrauterine devices, hormonal contraceptives, post-conceptional methods and miscellaneous methods. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ ക്ലാസിഫിക്കേഷൻ പഠിച്ചോണം കേട്ടോ. ഇതിനകത്തുനിന്നുള്ള പോയിന്റ്സ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. ബാരിയർ മെത്തേഡ്സ്, IUCD, ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്, പോസ്റ്റ് കൺസെപ്ഷണൽ മെത്തേഡ്സ് ആൻഡ് മിസലേനിയസ് മെത്തേഡ്സ്. നമുക്കിതിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ബാരിയർ മെത്തേഡ്, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കാം. IUCD ഡിഫറെന്റ് കാറ്റഗറി നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹോർമോണൽ മെത്തേഡ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓരോന്നും ചോദിക്കാം. അപ്പൊ ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പഠിക്കുമ്പോൾ ക്ലിയർ കട്ടായിട്ട് എൻറ്റയർ ആസ്പെക്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഓരോ മെത്തേഡിലേക്കും പോകുന്നു. അതിനു മുമ്പ് തന്നെ ഒരു ടോപ്പിക് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ് പേൾ ഇൻഡെക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പേൾ ഇൻഡെക്സ്. പേൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻഡിക്കേറ്റ് the effectiveness of a contraceptive method or it is an index of contraceptive failure. ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ എഫക്റ്റീവ്നെസ് പറയാനോ ഇൻഡിക്കേറ്റ് ചെയ്യാനും അതുപോലെ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ പറയാനും ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് പേൾ ഇൻഡെക്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്തോളുക. അത് എപ്പോഴും ഇൻഡെക്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ എന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം. യൂഷ്വലി അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിന്റെ യൂണിറ്റ് ഓർത്തോണം HWY. HWY എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെയിലിയർ റേറ്റ് പെർ 100 women years of exposure. 100 women year of exposure, HWY എന്ന് നമ്മൾ പറയും. പേൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതും മിസ്സാക്കരുത്. പേൾ ഇൻഡെക്സിന്റെ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. Number of accidental pregnancies into 1200 divided by number of patients observed into months of use. Number of accidental pregnancies into 1200 divided by number of patients observed into months of use. നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി അപ്പൊ കൺഫേം ക്ലിയർ ആയിക്കോളും. 100 couples have used a method for a period of 3 years and have resulted in 24 pregnancies. And then what is the Pearl index? ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് 100 കപ്പിൾ യൂസ് ചെയ്തു. എത്ര വർഷത്തേക്ക് യൂസ് ചെയ്തു? 3 വർഷത്തേക്ക് യൂസ് ചെയ്തു. പക്ഷെ അവരില് എന്താണ് യൂസ് ചെയ്തെങ്കിലും 24 ആൾക്കാർ പ്രഗ്നന്റ് ആയി. നമ്മൾ അറിയാം, നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന എന്താണ്? പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ആക്സിഡന്റലി ആ കോൺട്രാസെപ്റ്റീവ്സിന്റെ യൂസിന് ഫെയിലിയർ കാരണം 24 പേര് പ്രഗ്നന്റ് ആയി. അപ്പൊ പേൾ ഇൻഡെക്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 24 അല്ലെ, നമ്പർ ഓഫ് ആക്സിഡന്റൽ പ്രഗ്നൻസീസ് ഇവിടെ എത്ര വരും? 24 വരും ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര പേരെ ഒബ്സർവ് ചെയ്തു? ഇവിടെ 100 കപ്പിള്. 100 കപ്പിള് നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ 100 വരും ഇൻറ്റു മന്ത്സ് ഓഫ് യൂസ്. മന്ത് എന്ന് പറയുമ്പോൾ 3 വർഷം ആണ് ഇവിടെ തന്നേക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഒരു വർഷം 12 months ആണ് വരിക. അപ്പൊ 3 year എന്ന് പറയുമ്പോഴത്തേന് എത്ര മന്ത് വരും? 36 months വരും. മന്ത് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഓർത്തോണം. ഒക്കെ നമ്മൾ കോമൺ സെൻസ് ആണ്, അതൊക്കെ ഓർത്തോണം. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? അത് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കണം, efficiency of a contraceptive method is considered to be high if the Pearl index is less than 10 and low if Pearl index is more than 20. Okay, Pearl index more than 20 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ എഫിഷ്യൻസി ലോ എന്ന് പറയും. എന്നാൽ 10ൽ താഴെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എങ്കിൽ എഫിഷ്യൻസി ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമ്മൾ ഹൈ എന്ന് പറയും.
അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ 100 കപ്പിൾ യൂസ് ചെയ്തു 24 പേര് പ്രഗ്നന്റ് ആയെങ്കിലും നമുക്ക് 8 വാല്യൂ കിട്ടിയത്. അപ്പൊ എന്താ നമ്മൾ അർത്ഥമാക്കേണ്ടത്? ആ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഉണ്ട്, പക്ഷെ ആ കോൺട്രാസെപ്റ്റീവിന്റെ എഫിഷ്യൻസി കൂടുതലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് പേൾ ഇൻഡെക്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചോണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന്റെ ആൻസർ കണ്ടെത്താൻ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി മറന്നു പോവല്ല. It's an index of contraceptive failure or effectiveness of contraceptive method. നോക്കാൻ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? പേൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പേൾ ഇൻഡെക്സ് എന്ന് ചോദിച്ചാലും അതിന്റെ ഇക്വേഷൻ ചോദിച്ചാലും അതിന്റെ വാല്യൂ ചോദിച്ചാലും നമുക്കിനി ക്ലിയർ കട്ട് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെത്തേഡിലേക്കും പോവാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കണം. ഫസ്റ്റ് മെത്തേഡ് ഈസ് ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിയർ എന്ന് പറഞ്ഞ ഒരു തടസ്സമായിട്ട് നിൽക്കും. ആർക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കും? നമ്മുടെ സ്പേമിനും നമ്മുടെ സെർവിക്കൽ കനാൽ അല്ലെങ്കിൽ വജൈനൽ കനാലിനും ഇടയിൽ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെന്ത് അവോയ്ഡ് ചെയ്യും? ഈ സ്പേം ഇങ്ങോട്ട് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്തു പോകുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഈ ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എന്തിനു സഹായിക്കും? It prevent the sperm deposition in the vagina or prevent sperm penetration through the cervical canal. Okay, and there is no side effects for this method. It also prevents sexually transmitted diseases and incidence of pelvic inflammatory diseases. Okay, PID, pelvic inflammatory diseases. ഇനി ബാരിയർ മെത്തേഡിനകത്ത് വരുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. നമുക്ക് 3 ആയിട്ട് മെത്തേഡുകളെ ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് കമ്പൈൻഡ് മെത്തേഡ്സ്. ഓക്കെ, ബാരിയർ ടെക്നിക്സിനെ നമ്മൾ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് കമ്പൈൻഡ് മെത്തേഡ്സ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫിസിക്കൽ മെത്തേഡ് ഏതാണ്, കെമിക്കൽ മെത്തേഡ് ഏതാണ്, കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ. അതാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ മെത്തേഡിൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെയിൽ കോണ്ടം. ഓക്കെ, മെയിൽ കോണ്ടം പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇതാണ് മെയിൽ കോണ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻലി നമുക്ക് 2 ടൈപ്പ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഒന്ന് ലാറ്റക്സ് വെറൈറ്റി ഉണ്ട്, വൈലക്സ് വെറൈറ്റി ഉണ്ട്. ഇതില് ഈ വെറൈറ്റി ലാറ്റക്സും വൈലക്സും അറിയുന്നത് പോലെ തന്നെ നിങ്ങൾ അറിയണം അതിന്റെ കണ്ടന്റ്, അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എക്സാം ക്വസ്റ്റ്യൻ. ലാറ്റക്സ് is made up of polyurethane and Vilex is made up of polyisopropene. അണ്ടർലൈൻ ചെയ്യുക, സ്റ്റാർ ഇട്ട് വെക്കുക എക്സാം ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയോ? നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടന്നു പോയാലേ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചോണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. സോ ടൈപ്സ്, ലാറ്റക്സ് വെറൈറ്റി LP എന്ന് ഓർക്കുക. LP, ലാറ്റക്സ് ഈസ് polyurethane, Vilex ഈസ് polyisopropane. ഓക്കെ, അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന മെയിൽ കോണ്ടമാണ് നിരോധ്. എക്സാം ക്വസ്റ്റ്യൻ ആണ് നിരോധ്. നിരോധ് ഈസ് എ ഫിസിക്കൽ മെത്തേഡ് മെയിൽ കോണ്ടമാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്ലൈ ചെയ്യുന്നതാണ് നിരോധ്. ക്ലിയർ ആയല്ലോ? ഇനി ഇൻ കേസ് ഇതൊരു ഫിസിക്കൽ ഡിവൈസ് ആണ്, അപ്പൊ അത് സ്ലിപ്പേജ് സംഭവിക്കാനും ബ്രേക്കേജ് സംഭവിക്കാനും ഡിഫക്റ്റ് ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഡ്യൂറിംഗ് ദ പ്രോസസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് വിതിൻ 72 hours എടുത്തിരിക്കണം. 72 hours. എക്സാം ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്പെർമിസിഡൽ ഏജന്റിനെ വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അവിടെയുള്ള സ്പേംസ് ഉണ്ടെങ്കിൽ അതിനെ കിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 72 hours അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രിവെന്റ് STDs ആൻഡ് അതർ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ബട്ട് ഫെയിലിയർ റേറ്റ് ഉണ്ട്. നമ്മൾ എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുക, എങ്ങനെ നമ്മളത് മനസ്സിലാക്കും? പേൾ ഇൻഡെക്സ് നോക്കും അല്ലെ. 2 to 3 HWY ഫെയിലിയർ റേറ്റ് ഇതിനും ഉണ്ട്. Then second one is female condom. Male condom പോലെ തന്നെ ഫീമെയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീമെയിൽ കോണ്ടം അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫെമിഡോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫാം ഷീൽഡ് എന്ന് വിളിക്കാം. ജസ്റ്റ് ലൈക്ക് എ മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഇതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. യൂഷ്വലി 17 cm ലെങ്തും 7 cm ഡയമീറ്ററും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിൽ പോളിയൂറീഥെയിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് ഓർത്തോണം, പോളിയൂറീഥെയിൻ.
യൂഷ്വലി നമ്മളൊരു സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കന്റ് കൊണ്ട് ഇതിനെ ഒന്ന് പ്രീ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കന്റിന്റെ പേര് ഓർത്ത് വെക്കുക, ഡൈമെഥിക്കോൺ. ഓക്കെ, ഡൈമെഥിക്കോൺ. ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം, ഡൈമെഥിക്കോൺ. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സെക്സ് വർക്കേഴ്സ് ഒക്കെ ഇല്ലേ, ഫീമെയിൽ സെക്സ് വർക്കേഴ്സിനൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടൊരു കോണ്ടം ഉണ്ട്. അത് നൈട്രൈൽ ബേസ്ഡ് കോണ്ടംസ് ആണ്. നൈട്രൈൽ കണ്ടന്റ് ആണ് അതിനകത്തുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളൂ കേട്ടോ. നൈട്രൈൽ ബേസ്ഡ് ഫീമെയിൽ കോണ്ടംസ് സോഷ്യലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീമെയിൽ കോണ്ടംസ് ഓൾസോ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് HIV പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കും ക്ലിയർ ആയിട്ട് യൂസ് ചെയ്താൽ. ഓക്കെ, ഇനി ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ, ഈ പറയുന്ന കോണ്ടം, ഡയഫ്രം സാധനങ്ങളൊക്കെ. നമ്മൾ ഫാമിലി പ്ലാനിങ്ങിലൊക്കെ BSc MSc ഒക്കെ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വജൈനൽ ഡയഫ്രം അല്ലെങ്കിൽ ഡച്ച് ക്യാപ്പ്. അതുപോലെ സെർവിക്കൽ ക്യാപ്പും ഉണ്ട് കേട്ടോ, വജൈനൽ ഡയഫ്രം അല്ലെങ്കിൽ ഡച്ച് ക്യാപ്പ് എന്ന് പറയും. ഇതുണ്ട്, ഇതൊരു കുഴിയൊക്കെ ഉള്ള ഒരു സാധനം, ഒരു ബേസിൻ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു 5 to 10 സെന്റിമീറ്റേഴ്സ് ഡയമീറ്റർ ഒക്കെ ഉണ്ടാകും. ഇത് ഒരു വജൈന ഒരു സീലായിട്ടൊന്ന് ആക്ട് ചെയ്യും, സ്പേമിന്റെ പെനട്രേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വജൈനൽ ഡയഫ്രം ഈ ഡച്ച് ക്യാപ്പിനകത്തൊക്കെ സ്പെർമിസിഡൽ ജെല്ലികളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. സ്പെർമിസിഡൽ ജെല്ലി, സ്പെർമിസൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ബാക്ടീരിയോസ്റ്റാറ്റും ബാക്ടീരിയോസൈഡും ഒക്കെ മൈക്രോബയോളജിയിലും SFSസിലും ഒക്കെ പഠിക്കുന്നതാണ്. എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു സ്റ്റാച്യു എന്ന് പറയുന്ന പോലെ ബാക്ടീരിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുന്നതാണ് ബാക്ടീരിയോസ്റ്റാറ്റ്. ബാക്ടീരിയോസൈഡ്, സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കില്ല് ചെയ്യുക. ഓക്കെ, ബാക്ടീരിയ കില്ല് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്ടീരിയോസൈഡ് എന്ന് പറയുന്നത്. അപ്പം സ്പെർമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പെർമിസൈഡ്സ് ആർ ദ ഏജന്റ്സ് that have the capacity to kill the sperms, that is spermicide. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തിൽ യൂസ് ചെയ്യും? ഈ വജൈനൽ ഡയഫ്രം, ഡച്ച് ക്യാപ്പും സെർവിക്കൽ ക്യാപ്പും ഒക്കെ വെക്കുമ്പോൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അതിനെ ഒന്ന് ഈ ഒരു സ്പെർമിസൈഡൽ ജെല്ലുകളും കാര്യങ്ങളും കൊണ്ടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നുള്ള കാര്യവും ഓർത്ത് വെക്കണം. പിന്നെ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? ഇതില് നമ്മൾ ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ബിഫോർ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Usually the device is introduced up to 3 hours before intercourse and it should be kept for at least 6 hours after coital act. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കണം, ഇത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെക്ഷൽ ഇന്റർകോഴ്സ് റിമൂവ് ചെയ്യാൻ പാടില്ല. അത് മിനിമം ഒരു 6 to 8 hours അത് ആ ഒരു സൈറ്റിൽ തന്നെ വെച്ചിരിക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 24 hours കൂടുതൽ ഇത് വെക്കാനും പാടില്ല. ഇങ്ങനത്തെ സ്പെർമിസൈഡൽ ജെല്ലി ഒക്കെ ഉള്ള ക്യാപ്പുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് എന്തിലേക്ക്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോത്തിലേക്ക് പോകും. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിൻ, ബാക്ടീരിയ ഒക്കെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു ടോക്സിൻ മീഡിയേറ്റഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് പേഷ്യന്റിന് ഉണ്ടാകാം. പേഷ്യന്റ് ഷോക്കിലേക്ക് പോകാം. ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പൊ ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്ത് നമ്മൾ അവസാനം മെഡിക്കൽ എമർജൻസിയിലേക്കൊക്കെ പേഷ്യന്റ് പോകും. സോ പേഷ്യന്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മോർ ദാൻ 24 hours വെക്കാനും പാടില്ല, എന്നാൽ 6 to 8 hours അത് അവിടെ തന്നെ വെക്കുകയും വേണം. Okay, and there is increased chance of UTIs, yeast infection, vaginosis, cervical erosion ഒക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ വെക്കാനൊക്കെ അറിയണ്ടേ. ഇത് ക്ലിയർ ആയിട്ടൊക്കെ വെച്ചാലേ അതിനുള്ള അതിന്റെ ഫങ്ഷൻസ് ഒക്കെ അത് ചെയ്യത്തുള്ളൂ. അത് ക്ലിയർ ആയിട്ട് വെച്ചില്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കോസ ഇറോഷൻസും ഇൻഫെക്ഷൻസും ഒക്കെ ഇതിനകത്ത് ചാൻസും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇത് HIV പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ യൂട്രിൻ പ്രൊലാപ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്ക് ഈ ക്യാപ്പുകളൊന്നും കയറ്റി വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് ആർ ദ കോൺട്രാസെപ്റ്റീവ്സ് ഓഫ് ചോയ്സ് ഇൻ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്. ഇപ്പൊ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കോൺട്രാസെപ്റ്റീവ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യുവർ ആൻസർ ഷുഡ് ബി ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സോ നമ്മള് ബാരിയർ കോൺട്രാസെപ്റ്റീവ്സിനകത്ത് നമ്മൾ ഫിസിക്കൽ മെത്തേഡ് കഴിഞ്ഞു. അടുത്തത് കെമിക്കൽ മെത്തേഡ് ആണ്. കെമിക്കൽ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, അതിനകത്ത് മസ്റ്റ് ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്പെർമിസൈഡൽ ജെല്ലികളോ സ്പെർമിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെർമിസൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കെമിക്കൽ ഏജന്റ് ആണ്. എന്താണ് അതെന്ത് ചെയ്യും? വിച്ച് കിൽ ദ സ്പേം ബിഫോർ ഇറ്റ് എൻ്റർ ഇൻ ടു ദ സെർവിക്കൽ കനാൽ. സ്പെർമിസൈഡ്സ് ഒക്കെ ഡിഫറെന്റ് ഫോംസിലൊക്കെ അവൈലബിൾ ആണ്. ഫോംസ് ആയിട്ട് അവൈലബിൾ, ഫോം ടാബ്ലറ്റ്, ഫോം എയറോസോൾസ് ഒക്കെ ഉണ്ട്, ക്രീംസ് ആയിട്ടുണ്ട്, അതുപോലെ ജെല്ലീസ് ഉണ്ട്, പേസ്റ്റ് പോലെയുണ്ട്, സപ്പോസിറ്ററീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല വെറൈറ്റീസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഈ സ്പെർമിസൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്.
ഇതില് ഈ ഫോമിനെ കുറിച്ച് അറിയുന്നതിനെക്കാട്ടിൽ ഉപരി നിങ്ങൾ അറിയേണ്ട കാര്യം ഒരു സ്പെർമിസൈഡൽ കമ്പോണന്റ് ഒരു കണ്ടന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നോണോക്സൈനോൾ 9. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ സ്റ്റാർ ചെയ്ത് വെച്ച് പഠിക്കുക. നോണോക്സൈനോൾ 9 എന്ന കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ മെൻഫെജോൾ, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഒക്കെ ഇതിന്റെ കണ്ടന്റ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് നോണോക്സൈനോൾ 9 ആണ്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ കെമിക്കൽ ഏജൻസ് ഈ സ്പേമിന്റെ മെംബ്രെയിൻസ് ഇല്ലേ, സെൽ മെംബ്രെയിൻസിനെ ഒക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് അതിനെ കിൽ ചെയ്ത് കളയും. സ്പെർമിസൈഡ്സ് STDസും HIV ഇൻഫെക്ഷനും ഒന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് അത്ര കണ്ട് എഫക്റ്റീവ് അല്ല. ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ അല്ലെ. അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ കമ്പൈൻഡ് മെത്തേഡ് ഉണ്ട്. കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിക്കൽ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യണം. അതിനകത്ത് ഈ ജെല്ലുകളോ നമ്മുടെ സ്പെർമിസൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫിസിക്കൽ മെത്തേഡ് പ്ലസ് കെമിക്കൽ മെത്തേഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സാമിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. വജൈനൽ സ്പഞ്ച് അല്ലെങ്കിൽ ടുഡേ അല്ല ടുഡേ വജൈനൽ സ്പഞ്ച് അല്ലെങ്കിൽ ടുഡേ അതൊരു വജൈനൽ കോൺട്രാസെപ്റ്റീവ് സ്പഞ്ച് ആണ് കേട്ടോ. സ്പഞ്ച് ആണ്. മഷ്റൂം ഷേപ്ഡ് പോളിയുറീഥൈൻ ഡിസ്പോസിബിൾ സ്പഞ്ച് ആണ് ഈ വജൈനൽ സ്പഞ്ച് അല്ലെങ്കിൽ ടുഡേ എന്ന് പറയുന്നത്. ഇതിനകത്തെ കണ്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1 gram or 1000 milligram നോണോക്സൈനോൾ 9. അതാണ് കണ്ടന്റ്. നമ്മൾ പറഞ്ഞില്ലേ ബാരിയർ മെത്തേഡ് കമ്പൈൻഡ് മെത്തേഡ് ആകുമ്പോൾ അതിനകത്തൊരു സ്പെർമിസൈഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കണ്ടന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. നോണോക്സൈനോൾ 9. ഓക്കെ, ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും പ്ലസ് സ്പെർമിസൈഡ്സും ഇതിനകത്തുണ്ട്. പക്ഷെ ഇതൊക്കെ യൂഷ്വലി വൺ യൂസ് ആണ് കേട്ടോ. ഷുഡ് ബി യൂസ്ഡ് ഓൺലി വൺസ് and it should be left in vagina and removed 6 hours after sexual intercourse. പിന്നെ ഇപ്പോ നമ്മുടെ പേൾ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അത് പാരസ് വുമണിന് യൂസ് ചെയ്യുന്നതും നള്ളി പാരസിലും ഉള്ള പേൾ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അലർജിക് റിയാക്ഷൻസും വജൈനൽ ഡ്രൈനസും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകാം കമ്പൈൻഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്താൽ. അപ്പോ മെയിൻ ആയിട്ട് ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താണ്? ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെത്തേഡ്സിനകത്ത് നമുക്ക് ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, കമ്പൈൻഡ് മെത്തേഡ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കണം. കമ്പൈൻഡ് മെത്തേഡ് ആണ് ടുഡേ എന്ന് പറയുന്ന അല്ലെങ്കിൽ വജൈനൽ സ്പഞ്ച് എന്ന് പറയുന്നത്. മെയിൻ കാറ്റഗറി ഒരിക്കലും മറക്കരുത്. നമുക്ക് ടെമ്പററി ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. പേൾ ഇൻഡെക്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കണ്ടന്റുകൾ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ IUCD. IUCDയുടെ ഇതിന്റെ ഒരു ഇലാബറേഷൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. IUCD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. IUCD ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് അല്ലെ. അത് നമുക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നോൺ മെഡിക്കേറ്റഡ് ഓർ ഇനേർട്ട് ആൻഡ് മെഡിക്കേറ്റഡ്. നോൺ മെഡിക്കേറ്റഡ് ഓർ ഇനേർട്ട് ആൻഡ് മെഡിക്കേറ്റഡ്. ഇതിൽ നിങ്ങൾ കോൺട്രാസെപ്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് മറന്നൊരിക്കലും പോകാൻ പാടില്ലാത്ത ഒരു സ്ലൈഡാണിത്. ഇതിനകത്തും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് IUCDസിനെ നിങ്ങൾക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 3 ജനറേഷൻ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ IUCDs. ഫസ്റ്റ് ജനറേഷൻ IUCD എന്ന് പറഞ്ഞാൽ നോൺ മെഡിക്കേറ്റഡ് ഡിവൈസസ് അല്ലെങ്കിൽ ഇനേർട്ട് IUCDs ആണ്. എക്സാമ്പിൾസ് മറന്നു പോകല്ല. ലിപ്പസ് ലൂപ്പ് ആൻഡ് ഗ്രാഫൻബർഗ് റിംഗ്. ലിപ്പസ് ലൂപ്പ് ആൻഡ് ഗ്രാഫൻബർഗ് റിംഗ് ആർ ഫസ്റ്റ് ജനറേഷൻ IUCD. ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചോദിക്കും. ലിപ്പസ് ലൂപ്പ് ഏത് ടൈപ്പ് ആണ്? ഇറ്റ്സ് ഫസ്റ്റ് ജനറേഷൻ നോൺ മെഡിക്കേറ്റഡ് ഇനേർട്ട് IUCD ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സെക്കൻഡ് ജനറേഷൻ IUCD എന്ന് പറയുന്നത് കോപ്പർ കണ്ടെയ്നിങ് IUCDs ഒക്കെ സെക്കൻഡ് ജനറേഷൻസ് ആണ്. കോപ്പർ അല്ലെങ്കിൽ സിൽവർ കണ്ടെയ്നിങ് IUCDs ആർ സെക്കൻഡ് ജനറേഷൻ IUCDs. എക്സാമ്പിൾസ് കോപ്പർ T200, കോപ്പർ T380A, നോവ T, മൾട്ടിലോഡ് കോപ്പർ 250 or 375. ഇങ്ങനത്തെ കോപ്പർ കണ്ടെയ്നിങ് അല്ലെങ്കിൽ സിൽവർ കണ്ടെയ്നിങ് IUCDs ഒക്കെ സെക്കൻഡ് ജനറേഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. തേർഡ് ജനറേഷൻ IUCDs ആർ ഹോർമോൺ റിലീസിംഗ് IUCDs. ഹോർമോൺ റിലീസിംഗ് IUCDs ആണ് തേർഡ് ജനറേഷൻ IUCDs. എക്സാമ്പിൾ ഈസ് പ്രൊജസ്റ്റാസേർട്ട്. എക്സാം ക്വസ്റ്റ്യൻ പ്രൊജസ്റ്റാസേർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് IUCDസിനെ നമുക്ക് മെയിൻലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ജനറേഷൻ,
സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് കോപ്പർ ടി 380A ഏത് കാറ്റഗറിയിൽ വരുന്നു? അപ്പോഴേ ഓർത്തോണം എന്ത്, സെക്കൻഡ് ജനറേഷൻ IUCD. പ്രൊജസ്റ്റ സെർട്ട് ഏതിൽ വരുന്നു? തേർഡ് ജനറേഷൻ IUCD ആണ്. ഗ്രാഫൻബർഗ് റിംഗ് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ IUCD ആണ് കേട്ടോ. അങ്ങനെ ആൻസർ പറയാനായിട്ട് പഠിച്ചോണം, ഇത് എഴുതി പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ കോപ്പർ ടി അല്ലെങ്കിൽ കോപ്പർ കണ്ടെയ്നിങ് IUCDs അല്ലെങ്കിൽ IUCDsന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇതില് കോപ്പർ കണ്ടെയ്നിങ് IUCDs എന്ത് ചെയ്യും? ഈ കോപ്പർ കണ്ടെയ്നിങ് IUCDs ചെറുതായിട്ട് എന്ത് ചെയ്യും? എൻസൈമാറ്റിക് ആൻഡ് മെറ്റബോളിക് ചേഞ്ചസ്, എൻഡോമെട്രിയൽ ടിഷ്യൂസിന് എൻസൈമാറ്റിക് മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് ഇംപ്ലാന്റേഷൻ അവോയ്ഡ് ചെയ്യും, അലോ ചെയ്യത്തില്ല. അതുപോലെ ട്യൂബൽ മോട്ടിലിറ്റി ഒക്കെ കൂട്ടി പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നതാണ് കോപ്പർ കണ്ടെയ്നിങ് IUCDs. പ്രൊജസ്റ്റിൻ റിലീസിങ് IUCDs എന്ത് ചെയ്യും? എൻഡോമെട്രിയൽ ഗ്ലാൻസിന് അട്രോപ്പി ഉണ്ടാക്കും, അതുപോലെ ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും. ഇംപ്ലാന്റേഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ അനദർ നെയിം ഈസ് നിഡേഷൻ. നിഡേഷൻ എക്സാം ക്വസ്റ്റ്യൻ. എന്താ ഇംപ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് എങ്ങോട്ട് വന്ന് ഇംപ്ലാന്റ് ചെയ്യണം? എൻഡോമെട്രിയൽ ക്യാവിറ്റിയിലേക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്യണം. ഡെസിഡ്വ, എൻഡോമെട്രിയം ഓഫ് പ്രഗ്നന്റ് യൂട്രസ് ഒക്കെ അറിയാലോ, അവിടെ വന്ന് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഈ കോപ്പർ കണ്ടെയ്നിങ് IUCDസും പ്രൊജസ്റ്റിൻ റിലീസിങ് IUCDസും ഒക്കെ ചെയ്യുന്നത്. സോ പ്രൈമറി മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോർമോസ്റ്റ് മെക്കാനിസം ഈസ് പ്രിവെൻഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ ആൻഡ് സെക്കൻഡറി മെക്കാനിസം ഈസ് ഇൻഹിബിഷൻ ഓഫ് ഇംപ്ലാന്റേഷൻ. വളരെ ഇമ്പോർട്ടന്റ് സ്ലൈഡ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ലൈഫ് സ്പാൻസ് ഓഫ് ഡിഫറെന്റ് IUCDs. ഡിഫറെന്റ് ആയിട്ടുള്ള IUCDsന്റെ ലൈഫ് സ്പാൻ, എത്ര വർഷത്തേക്ക് നമുക്ക് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓർത്തോണം കോപ്പർ ടി 380A, മിറീന, പ്രൊജസ്റ്റ സെർട്ട് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം. സോ ഓരോന്നും ഞാൻ പറയുകയാണ്. നോവ 7 ഓർ മൾട്ടിലോഡ് 375 5 years നമുക്ക് യൂസ് ചെയ്യാം. കോപ്പർ ടി 380A അല്ലെങ്കിൽ പാരാഗ്വാഡ് 10 വർഷമാണ് അതിൽ പറയുന്നത് കേട്ടോ. 10 വർഷം അതിന് ലൈഫ് സ്പാൻ ഉണ്ട്. 10 വർഷം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യണം. കോപ്പർ ടി 220 3 to 4 years. ലെവനർഗസ്ട്രോൾ containing IUCDs, മിറീന എക്സാം ക്വസ്റ്റ്യൻ 7 to 10 years. പ്രൊജസ്റ്റ സെർട്ട് is 1 year only. Copper T 200 is 3 years. These are the lifespans of different IUCDs. Clear ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ നമുക്ക് ഈ 10 വർഷം എന്നുള്ളത് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിറീന ആൻഡ് പാരാഗ്വാഡ് കോപ്പർ ടി 380A 10 years എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം. Then multi-load copper 250 it should be replaced every 3 years, and multi-load 375 replaced every 5 years. ഈ കോപ്പർ ടി 380A 10 years എക്സാമിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് മറന്നു പോകാതെ ഓർത്തു വെച്ചോണം കേട്ടോ. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനകത്തൊരു ഇതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കാം. നമ്മൾ ഈ കോപ്പർ ടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഈ നമ്പേഴ്സ് 7 220 380 ഇതൊക്കെ എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് സർഫസ് ഏരിയ ആണ് കേട്ടോ. സർഫസ് ഏരിയ ഓഫ് കോപ്പർ ഓൺ ദ ഡിവൈസ്. ആ ഡിവൈസിൽ കോപ്പറിന്റെ അവൈലബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ABCD ഒക്കെ കണ്ടില്ലേ, ചിലതിനകത്ത് ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് റെപ്രസെന്റ് IUCDs സൈസ് ആണ് കേട്ടോ. ABCD മുകളിലോട്ട് പോകും തോറും സൈസ് കൂടി പോകും. അതുപോലെ A അല്ലെങ്കിൽ AG എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് വിത്ത് കോപ്പർ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കോപ്പർ T7 അകത്ത് എന്താണ് 7 കൊണ്ട് മീൻ ചെയ്യുന്നത്? 7 കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? സർഫസ് ഏരിയ ഓഫ് കോപ്പർ, മറക്കരുത്. അതുപോലെ ABCD എന്നുള്ള ലെറ്റർ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? IUCDയുടെ സൈസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓരോ പ്രോപ്പർട്ടിയിലുമുള്ള എമൗണ്ട് ഓഫ് കോപ്പർ ആണ് കേട്ടോ. അവൈലബിലിറ്റി ഓഫ് കോപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. കോപ്പർ ടി 220Bയിൽ 124 milligram പ്രസന്റ് ആണ്. കോട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നത്. കോപ്പർ ടി 200 120 milligram. കോപ്പർ ടി 380A 200 to 250 milligram. നമ്മൾ കോപ്പർ ടി ഡിവൈസ് വെക്കില്ലേ, വെക്കുമ്പോൾ അതിനകത്ത് ആ ഡിവൈസിനകത്ത് എത്ര കോപ്പർ അവൈലബിൾ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
നമ്മൾ റിലീസ് ചെയ്യുന്നത് ഓർത്തോണം. നമ്മളൊരു കോപ്പർട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫുൾ അങ്ങ് റിലീസ് ചെയ്ത് അത്രയും ഹോർമോൺ റിലീസ് ചെയ്യുവല്ല ചെയ്യുന്നത്, കോപ്പറിനെ റിലീസ് ചെയ്ത് അല്ല ചെയ്യുന്നത്. അപ്പോ കോപ്പർട്ടി 200 ആണെങ്കിൽ ഒരു ദിവസം 50 മൈക്രോഗ്രാം വെച്ചിട്ട് റിലീസ് ചെയ്യത്തുള്ളൂ. കോപ്പർട്ടി 220B 50 മൈക്രോഗ്രാം പെർ ഡേ, മൾട്ടി ലോഡ് ആണെങ്കിൽ 60 to 100 മൈക്രോഗ്രാം പെർ ഡേ എന്ന ലെവലിൽ കോപ്പറിനെ റിലീസ് ചെയ്യും. ഇനി നമ്മൾ ജനറേഷൻസിലേക്ക് ഒന്ന് പോവാണ്. ഫസ്റ്റ് ജനറേഷൻ IUCD നമ്മൾ ഇനേർട്ട് അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് ആണ് ലിപ്പസ് ലൂപ്പ്. ഈ പിക്ചറിൽ കണ്ടോ ഈ പാമ്പിനെ പോലെ ഇരിക്കുന്ന ഈ സാധനമാണ് കേട്ടോ ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഡബിൾ ഷേപ്ഡ് ഡിവൈസ് ആണ്. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് പോളി എഥിലീൻ. അണ്ടർലൈൻ ഇറ്റ് ആൻഡ് സ്റ്റഡി. പോളി എഥിലീൻ. ലിപ്പസ് ലൂപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളി എഥിലീൻ. ഇത് 4 സൈസിൽ അവൈലബിൾ ആണ്. ABCD. D എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആയിരിക്കും. D is the largest and has greater anti-fertility effect. Then larger the loops are more suitable for multiparous women. അല്ലെ multiparous women. അപ്പം നമ്മൾ ആ വുമണിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഇതിൽ ഏത് സൈസ് സെലക്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പൊ മൾട്ടിപാരസ് ആയിട്ടുള്ള വുമൺ ആണെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് സൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്രേറ്റർ ആന്റി ഫെർട്ടിലിറ്റി എഫക്ട് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ക്യാൻ ബി ലെഫ്റ്റ് ഇൻ ദ യൂട്രസ് ആസ് ലോങ് ആസ് യു ഡിസയർ. നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ലിപ്പസ് ലൂപ്പ് യൂട്രസിനുള്ളിൽ വെക്കാം. ഇത് കണ്ടിട്ടുണ്ടാകാം. ഗ്രഫൻബർഗ് റിംഗ് എന്ന് പറയും. ഗ്രഫൻബർഗ് റിംഗ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ IUCD. ഇതൊരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. നമ്മൾ റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്ന ഒരു ട്യൂബാണ്. ആ റിംഗ് ആണ്. സിൽവർ വയർ ആണ്. യൂസ്ഡ് ആസ് എ ബർത്ത് കൺട്രോൾ ഡിവൈസ്. പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഇപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് ഈ ഗ്രഫൻബർഗ് റിംഗ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, നമുക്ക് എന്തറിയത്തില്ലയോ അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇത് പഠിച്ചു വെച്ചാൽ അതുകൂടെ ആൻസർ ചെയ്യാൻ പറ്റും. ഗ്രഫൻബർഗ് റിംഗ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ IUCD. കോപ്പർട്ടി 200. കോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം ഒരു T ഡിവൈസ് ആണ് കോപ്പർട്ടി. ഇതിനകത്ത് 200 mm³ കോപ്പർ വയർ അറൌണ്ട് ദ വെർട്ടിക്കൽ സ്റ്റെം ഉണ്ട്. നമ്മൾ അതിനെ ഗൈനി T എന്നും പറയാറുണ്ട് കേട്ടോ. കോപ്പർട്ടി അല്ലെങ്കിൽ കോപ്പർട്ടി 200 അല്ലെങ്കിൽ ഗൈനി T. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോണം. കോപ്പർട്ടി 380A ഈസ് പാരാഗ്വാഡ്. പാരാഗ്വാഡ് എന്ന് പറയും. ഇതിന്റെ ടോട്ടൽ ഏരിയ ഓഫ് കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ 380 mm³ ആണ്. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന ഒരു കോപ്പർട്ടിയാണ് കോപ്പർട്ടി 380A. അതുപോലെ 10 years ഇതിന് ലൈഫ് സ്പാൻ ഉണ്ട്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് റിലീസസ് കോപ്പർ അറ്റ് 50 മൈക്രോഗ്രാം പെർ ഡേ ആൻഡ് യൂസ്ഡ് ആസ് ആൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്. ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പ്രൊജസ്റ്റാസേർട്ട് എന്ന് പറഞ്ഞാൽ ഏതിൽ വരും? തേർഡ് ജനറേഷനകത്ത് വരും. ഹോർമോൺ റിലീസിംഗ് ആണ്. It's also a T-shaped device filled with 38 milligram progesterone. Exam question. പ്രൊജസ്റ്റാസേർട്ടിൽ ഈ വെർട്ടിക്കൽ സ്റ്റെമ്മിനകത്ത് നമ്മൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൊടുക്കുന്നു. എത്ര വരിക? 38 milligram ആണ് അതിന്റെ കണ്ടന്റ് വരുന്നത്. അതുപോലെ റേറ്റ് ഓഫ് ഹോർമോൺ റിലീസ് 65 മൈക്രോഗ്രാം പെർ ഡേ നമ്മൾക്ക് പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്ത് കിട്ടും. ദെൻ മിറീന ഇതിന്റെ കെമിക്കൽ നെയിം ചോദിക്കാറുള്ളതാണ്. LNG-20. LNG എന്ന് പറഞ്ഞാൽ ലിവോനോർഗസ്ട്രോൾ. 20 52 milligram ലിവോനോർഗസ്ട്രോൾ ഉണ്ടായിരിക്കും. 20 മൈക്രോഗ്രാം വെച്ചിട്ട് അതിനെ റിലീസ് ചെയ്യും. ലൈഫ് സ്പാൻ ഇതിനും ഏകദേശം 7 to 10 years ഉണ്ട്. അതുപോലെ ഐഡിയൽ ടൈം ഫോർ ദ ഇൻസേർഷൻ ഓഫ് കോപ്പർട്ടി. കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുന്ന ടൈം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അത് നമ്മൾക്ക് ആ ഒരു വ്യക്തിയെ അനുസരിച്ചിട്ടിരിക്കും. ഒരു നോൺ പ്രഗ്നന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ പ്യൂർപ്പറൽ പീരീഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ് എനി ടൈം ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ നമുക്ക് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹോൾ കയറാൻ ഒരു ഈസിനെസ് ഉണ്ടെന്ന സമയമാണ് ഈ മെൻസ്ട്രുവേഷൻ ടൈം. കുറച്ചൊക്കെ ഓസ് ഒക്കെ ഓപ്പൺഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇടാം. ബട്ട് പ്രിഫേർഡ് ഡേ എന്ന് പറയുന്നത് നമുക്ക് മെൻസ്ട്രൽ പീരീഡ് ഓവർ കഴിഞ്ഞതിന് ശേഷം ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇടാം. ആഫ്റ്റർ അബോർഷൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫോളോവിങ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അതിന്റെ കൂടെ തന്നെ നമുക്ക് കോപ്പർട്ടിയും കൂടി ഇടാം. അതുപോലെ പോസ്റ്റ്മോർട്ടം ആണെങ്കിൽ നമ്മൾ യൂഷ്വലി പേഷ്യന്റിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഡെലിവറിക്ക് ശേഷം ഇട്ട് വിടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 6 weeksന് ശേഷം ആഫ്റ്റർ 6 weeks നമുക്ക് ഇൻവല്യൂഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോപ്പർട്ടി ഇടാം. അതുപോലെ ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 child. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരിക്കണം. മ്യൂച്വലി മോണോഗാമസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതുപോലെ PIDയുടെ റിസ്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എക്ടോപിക് പ്രഗ്നൻസിയിൽ നമുക്ക്
IUCD ഇടാം. പിന്നെ മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് IUCD ഈസ് ആക്ടിനോമൈസിസ്. എക്സാം ക്വസ്റ്റ്യൻ, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. IUCD മോസ്റ്റ് കോമൺലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിനോമൈസിസ് ഇൻഫെക്ഷൻ ആണ്. IUCD കോംപ്ലിക്കേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് IUCD ഇൻസർഷൻ എന്ന് ചോദിച്ചാൽ ബ്ലീഡിംഗ് ആണ് കേട്ടോ. ബ്ലീഡിംഗ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, മറന്നു പോകല്ലേ. ബ്ലീഡിംഗ് ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് IUCD ഇൻസർഷൻ. സെക്കൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. മോസ്റ്റ്ലി നമ്മൾ പേഷ്യന്റിൽ നിന്ന് നമുക്ക് ഓൾറെഡി വെച്ച കോപ്പർട്ടി റിമൂവ് ചെയ്യുന്നത് എപ്പോഴും മോസ്റ്റ് കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പെയിൻ പ്രശ്നം പറയുമ്പോഴാണ് നമ്മൾ അത് റിമൂവ് ചെയ്ത് കളയാറുള്ളത്. അതുപോലെ ഇൻഫെക്ഷൻസ്, ആക്ടിനോമൈസിസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. യൂട്രസ് പെർഫറേഷൻ സംഭവിക്കാം. എക്ടോപിക് പ്രഗ്നൻസിക്ക് കാരണമാകാം. ചിലപ്പോൾ മോർട്ടാലിറ്റി സംഭവിക്കാം. IUCD is not contraindicated in HIV infected woman, and in HIV infected female, contraceptive of choice is IUCD plus barrier method. Exam question. നമ്മൾ സെക്സ് വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. HIV infected womanൽ കോൺട്രാസെപ്റ്റീവ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ IUCD പ്ലസ് ബാരിയർ മെത്തേഡ് ആണ്. ക്ലിയർ ആക്കി ഓർത്തു വെക്കാം. Then absolute contraindication എന്ന് പറഞ്ഞാൽ suspected pregnancy and puerperal sepsis. DUB എന്ന് പറഞ്ഞാൽ dysfunctional uterine bleeding, unexplained vaginal bleeding, gestational trophoblastic neoplasia, then current pelvic inflammatory diseases, CS cervix, and carcinoma of endometrium. Relative contraindications are anemia, menorrhagia, history of PID, etc. These are the contraindications of IUCD insertion. So, നമ്മൾ ഇത്ര നേരം പറഞ്ഞ എന്താണ്? കോൺട്രാസെപ്റ്റീവ്സ് അല്ലെ? കോൺട്രാസെപ്ഷൻ ഓഫ് ഫെർട്ടിലിറ്റി കൺട്രോൾ ഓർ ബർത്ത് കൺട്രോൾ എന്താണ്? ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ട്? ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. പേൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തത് ഓർത്തോണം. ബാരിയർ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ മെത്തേഡ്സ്, then chemical methods, and then combined methods, then intrauterine devices, അതിന്റെ ക്ലാസിഫിക്കേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, ലൈഫ് സ്പാൻ, then അതിനകത്ത് എന്താണ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ റെപ്രസെന്റേഷൻ, കോപ്പർട്ടി ഇൻ എമൗണ്ട് നമ്മൾ പഠിച്ചു, കോപ്പറിന്റെ എമൗണ്ട് അത് എത്ര റിലീസ് ചെയ്യുമെന്ന് പഠിച്ചു, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോപ്പർട്ടി, ആൻഡ് ദെൻ ഐഡിയൽ ടൈം ഫോർ ഇൻസർഷൻ, കോംപ്ലിക്കേഷൻസ്, കോൺട്രാഇൻഡിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രയും കൊണ്ട് ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇതിന്റെ ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു മാറ്റി വെക്കണം. ഇനി പറ്റുമെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടും. നമുക്ക് കുറച്ചുണ്ട് കേട്ടോ ഇത്, അതുകൊണ്ടിട്ടാണ്. എല്ലാം കൂടെ പറഞ്ഞിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ അത് പഠിച്ചു വെക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും, അല്ലെങ്കിൽ അതിനടുത്ത ക്ലാസ് ദെൻ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആൻഡ് OBG ബേസ്ഡ് ടോപ്പിക് അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമുള്ള ടോപ്പിക് അല്ല. എക്സാം പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം.